മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചോദ്യങ്ങൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവ് ആരാകും. അതിലുള്ള ആ ആകാംക്ഷയും മാറുന്നില്ല എന്നുള്ളതാണ്. CPM അക്കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം നടത്തണം എന്നുള്ളതാണ് CPM നിലവിൽ ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ലെ താഴെത്തട്ടിലുണ്ടാകുന്ന പരസ്യ പ്രതിഷേധങ്ങൾക്ക് തടയിടാനുള്ള ഒരു തീരുമാനം കൂടി നേതൃത്വം എടുത്തിട്ടുണ്ട്. അണികൾക്കിടയിലെ അമർഷം കലാപമാകുന്നതിന് മുമ്പ് തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാനാണ് CPM തയ്യാറാകുന്നത്. പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും എടുത്തിട്ടുണ്ട്. അൻഫിൽ ഡിസൂസ അതോടൊപ്പം ജോസഫ് എന്നിവരാണ് വിശദാംശങ്ങൾ നൽകുക. ആദ്യം അൻഫിലിലേക്ക്. അൻഫിൽ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ തന്നെയാണോ അതോ ഇനി മറ്റൊരു പേരിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിലുള്ളൊരു ആകാംക്ഷയുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു വിമർശനമൊക്കെ പഠിക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ട്. ഇനി പല കാര്യങ്ങളിൽ തെറ്റുതിരുത്തൽ വരുത്തണം. മുഖ്യമന്ത്രി ഇന്നലെ ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. തെറ്റുകൾ തിരുത്താനുണ്ട്, ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യം കൂടി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും അഖില, അതായത് മുഖ്യമന്ത്രി ആരാകുമെന്ന് കോൺഗ്രസിലെ തർക്കങ്ങളും ആകാംക്ഷയും നിൽക്കുന്നത് അതേ ആകാംക്ഷ തന്നെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് ആരാകും, CPM ആരാകും പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുക, പ്രഖ്യാപിക്കുക, അതെന്നുണ്ടാകും പ്രഖ്യാപനം. ഇക്കാര്യങ്ങളിൽ ആകാംക്ഷ മറുഭാഗത്ത് പ്രതിപക്ഷ നിരയെ നോക്കിയും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ഒരു മുന്നണിയെ നയിക്കുന്ന ആരാണോ ആ മുന്നണി ഭരണത്തിലേറിയാലും പ്രതിപക്ഷത്തായാലും ആ നേതാവ് തന്നെയായിരിക്കണം സ്വാഭാവികമായും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്. ഇത് ഇടതുമുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് പിണറായി വിജയൻ തന്നെയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്താകുമ്പോൾ പിണറായി വിജയനിലേക്ക് തന്നെയാകും ആദ്യമായി എല്ലാ കണ്ണുകളും വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പിണറായി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരുന്നത് ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഇത്രയേറെ, അതായത് ഏറ്റവും കനത്ത പരാജയം അതിന്റെ ഈ സമീപകാലത്തുണ്ടായ CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടൊരു സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ തയ്യാറാകുമോ, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിനേറ്റ ആ അതായത് ഭയന്ന് വിറച്ച് അദ്ദേഹം ജയിച്ചു ആ ഒരു സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉള്ളിലുണ്ടായിരിക്കുന്ന ഉൾപ്പാട്ടി രാഷ്ട്രീയം, നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യവും അതൊരു പ്രതിഷേധം പരസ്യമാകുന്ന രീതിയിലേക്ക് ഒരു കലാപത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വമാണ് ഈ പരാജയത്തിന് യഥാർത്ഥ കാരണക്കാർ എന്ന രീതിയിൽ അണികൾക്കിടയിൽ നിന്ന് തന്നെ വികാരം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരുമോ എന്നൊരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു സംശയം. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ പൂർണ്ണമായും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മാറി നിൽക്കാമെന്നോ ഇനി എങ്ങനെയാണോ എന്ന രീതിയിലൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ താൻ ഇനി മാറി നിൽക്കുന്നു, മറ്റൊരാൾ വരട്ടെ എന്ന രീതിയിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കമോ ചർച്ചയോ ഉണ്ടായിട്ടില്ല. നിലവിൽ ആര് പ്രതിപക്ഷ നേതാവാകണമെന്ന തീരുമാനവും പൂർണ്ണമായും പിണറായി വിജയൻ്റേത് മാത്രമായി മാറുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തെ നയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ CPI-ക്കുള്ളിൽ ചെറിയ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അവരൊന്നും തന്നെ അതൊരു പരസ്യമാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണ്ട എന്നൊരു നിലപാടും ഇടതുമുന്നണി യോഗത്തിൽ അവർ എടുക്കാനും സാധ്യതയില്ല. കാരണം ബിനോയ് വിശ്വം പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു അത് CPM-ന്റെ പൂർണ്ണമായി അവരാണ് തീരുമാനിക്കുന്നത് എന്ന്. അപ്പോൾ നിലവിൽ പിണറായി വിജയൻ താൻ പ്രതിപക്ഷ നേതാവാകുന്നില്ല എന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ആ പദവിയിലേക്ക് നേതാക്കളാരും കൊണ്ടുവരികയില്ല. അതാണ് നിലവിൽ CPM-ലുള്ള നിലവിലെ സാഹചര്യം. ഇപ്പോൾ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ തീരുമാനമെടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് പാർട്ടി ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് പേരുകൾക്കപ്പുറത്തേക്ക് മറ്റൊന്നില്ല. പക്ഷേ ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനിൽ നിന്ന് മറ്റൊരു തീരുമാനം ഉണ്ടാകാത്തിടത്തോളം കാലം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറാൻ തന്നെയാണ് സാധ്യത. അതേസമയം പാർട്ടിക്കുള്ളിൽ ഉയരുന്ന നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഒരു വലിയൊരു പടയൊരുക്കം തന്നെയുണ്ട്. അത് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നു, അത് മറ്റു ജില്ലകളിലേക്ക് കേരളം മുഴുവൻ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി ആ രോഷവും അമർഷവും ഒക്കെ തന്നെ ഏറെക്കുറെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് വലിയൊരു പടപ്പുറപ്പായി അല്ലെങ്കിൽ ഒരു കലാപമായി മാറുന്നതിന് മുൻപ് തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താക്കുറിപ്പിലൂടെ
നടപടിയിലൂടെ അദ്ദേഹം ഇറക്കുന്നത്. അതായത് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവിയെ ഏറ്റെടുക്കുന്നു, ജനവിധിയെ മാനിക്കുന്നു, അതേസമയം ഒരു ഏറ്റവും നല്ല പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുന്നു. എല്ലാ സഖാക്കളുടെയും വികാരവും അഭിപ്രായവുമൊക്കെ അതേ ഗൗരവത്തോടെ മാനിച്ചു തന്നെ കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പോലും ഈ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി എത്രയും വേഗം കടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. കാരണം കൃത്യമായി തന്നെ അറിയാം, ഉൾപാർട്ടി രാഷ്ട്രീയം ഇങ്ങനെ ഒരു കലഹമായി ആർത്തിരമ്പുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അത് നേതൃത്വത്തിനെതിരെയാണ് താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ച് ഈ രീതിയിലൊരു കലാപം ഉണ്ടാവുകയാണെങ്കിൽ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് പോകുമെന്ന് കൃത്യമായി തന്നെ അറിയാം. പാർട്ടി ഏതെങ്കിലും രീതിയിൽ പാർട്ടി ദുർബലപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങൾ കടക്കുന്നതിന് മുമ്പേ അത് തടയിടുമ്പോൾ പാർട്ടിക്ക് അണികൾക്ക് വിധേയമായ അണികൾ എന്താണോ പറയുന്നത് അവരെ മുഴുവനും കേട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് വളരെ ക്രിയാത്മകമായി കടക്കാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രയും വേഗം ഒട്ടും അമാന്തിക്കാതെ അതിലേക്ക് കടക്കുക. ഇനി ഒരു ഇടതുമുന്നണി യോഗവും സംസ്ഥാന സമിതി ഉടനെ ചേരണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണി യോഗം വേഗത്തിൽ ചേർന്ന് ഘടകകക്ഷികൾക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ശരി. ആൽഫ്രഡ് ജോസഫിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കണ്ണൂരിലെ തോൽവിയിൽ നേതാക്കൾക്കെതിരായ പരസ്യപ്രസ്താവന അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ശക്തമായ താക്കീത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുക്കുകയാണ്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഫ്ലക്സുകളൊക്കെ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഒരു നിർദ്ദേശം വെക്കുന്നത്. കണ്ണൂർ ഘടകം മുന്നോട്ട് വെക്കുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണം എന്നുള്ളതാണ്. അതായത് പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് ഒന്നും വരേണ്ട കാര്യമില്ല, ഏതായാലും തോൽവി അംഗീകരിക്കുന്നു. പക്ഷേ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന നേതാക്കളും ഒക്കെ ചേർന്ന് എടുക്കും. അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ തെരുവിലേക്ക് എത്തിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണല്ലോ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിലാണ് ഈ വിഭാഗീയതയുടെ സ്വരങ്ങളൊക്കെ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്. അഖില, തീർച്ചയായും മൻഫ്ലിറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ CPM-ൽ കലാപക്കൊടി ഉയർന്നതാണ്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റപ്പോഴും ഇത്തരത്തിൽ കലാപക്കൊടി ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ണൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. P. ജയരാജൻ തിരിച്ചു വരണം എന്നൊരു ആവശ്യമാണ് അണികൾ പ്രധാനമായും ഉയർത്തുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും KK രാഗേഷിനുമെതിരെയാണ് അണികൾ പരസ്യമായി തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം P. ജയരാജനെ ഉടൻ തന്നെ ഈ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കണമെന്നൊരാവശ്യം കൂടി കണ്ണൂരിലെ അണികൾ പ്രധാനമായും ഉയർത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിൽ ഒരു വിമത സ്വരം ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പാർട്ടി വിട്ട നേതാക്കളുണ്ട്, പാർട്ടി വിടാൻ ആഗ്രഹിച്ച നേതാക്കളുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കളുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സഖ്യമാക്കാനുള്ളൊരു സാധ്യതയാണ് വരും ദിവസങ്ങളിൽ തന്നെ കാണുന്നത്. ഇതിനെ ചെറുക്കുക എന്നൊരു ലക്ഷ്യം കൂടി CPM-നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ തെറ്റിദ്ധരുത്തൽ നടപടികൾ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ P. ജയരാജന് വേണ്ടി വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. അത്തരം പോസ്റ്ററുകൾ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് പ്രധാനമായും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അണികളെ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും കൂടി പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ തെറ്റുകളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നുള്ളതൊരു ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം 16 വർഷക്കാലം പാർട്ടിയെ സമുന്നതനായി നയിച്ച ഒരു നേതാവ്, മികച്ച പാർട്ടി സെക്രട്ടറി എന്ന് അറിയപ്പെട്ട ഒരാള്, മികച്ച മുഖ്യമന്ത്രി എന്ന് അറിയപ്പെട്ട ഒരാള്, അങ്ങനെ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ് എന്നുകൂടി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്നടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും സ്വീകാര്യനല്ലായിരുന്നു പൊതുജനങ്ങളുടെ ഇടയിൽ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്വീകാര്യനായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത്. അത്തരം ഒരു മാറ്റം ഈ ഒരു വിഷയത്തിലും ഉണ്ടാകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ തന്നെ എത്രയും വേഗം അദ്ദേഹത്തിന് മികച്ച പ്രതിപക്ഷ നേതാവ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പാർട്ടി നേതൃത്വം പങ്കുവയ്ക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അണികൾക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളൊരു നേതാവ് എന്ന് പറയുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററും KK രാഗേഷുമാണ്. അതിനപ്പുറത്തേക്ക് പിണറായിയോട് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നും പാർട്ടി അണികൾക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ശൈലികളോട് ഈ അണികൾ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ, അദ്ദേഹത്തിന്റെ ശൈലികളോട് അണികൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അതിനെ അവർ അംഗീകരിച്ചു കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ പിണറായിയെ മാറ്റണമെന്നൊരു ആവശ്യം അവർ പ്രധാനമായും ഉന്നയിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധാവഹമായിട്ടുള്ള കാര്യം. അങ്ങനെ കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയന് പിന്തുണ അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ പുറത്ത്
ശരി, ജോസഫും അൻഫിലിറ്റുമാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുള്ളത് ചോദ്യം ഉയരുന്നുണ്ട്. പിണറായി വിജയന്റെ പേര് തന്നെയാണ് കൂടുതലായി പരാമർശിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യമടക്കം കണക്കിലെടുത്ത് ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ചർച്ചകളാണ്. അതോടൊപ്പം തന്നെ അണികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നേതൃത്വം. പരസ്യമായുള്ള പ്രസ്താവനകളും ഉയരുന്ന ഫ്ലക്സുകളും ഒന്നും വേണ്ട എന്നുള്ളതാണ്.